രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ പോകുന്നുവെന്ന വാർത്ത കേട്ടതു മുതൽ തകർന്നിരിക്കുകയാണ് ബി. രാഹുൽ വയനാട്ടിൽ മത്സരിക്കാതെ അമേഠി തിരഞ്ഞെടുക്കുമെന്ന് കരുതിയ ബി. വൻ തിരിച്ചടി തന്നെയാണ് ജയസാധ്യത ഏറെയുള്ള രാഹുൽ ഗാന്ധിയുടെ വയനാട് മണ്ഡലം. അമേഠിയിൽ സ്ഥാനാർത്ഥിയായാൽ 8 നിലയിൽ രാഹുലിനെ പൊട്ടിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു ബി. അതും അസ്ഥാനത്തായി. ഇപ്പോഴിതാ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്ന് വീണ്ടും മത്സരിക്കാനുള്ള കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തിനെതിരെ ബി. രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് മത്സരിക്കാത്തതെന്ന് മുൻ കേന്ദ്രമന്ത്രിയും ബി. നേതാവുമായ രവിശങ്കർ പ്രസാദ് ചോദിച്ചു. രാഹുൽ വീണ്ടും വയനാട്ടിൽ നിന്ന് ജനവിധി തേടിയേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ കോൺഗ്രസ് ആശ്രയിക്കുന്നത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. രാജ്യം മുഴുവൻ കോൺഗ്രസിന് അനുകൂലമാണെന്ന് രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം അമേഠിയിൽ മത്സരിക്കാത്തത് എന്നാണ് രവിശങ്കർ പ്രസാദിന്റെ ചോദ്യം. 2004, 2009, 2014 വർഷങ്ങളിൽ വിജയിച്ച ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്ന് 2019 രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടിരുന്നു. അന്ന് വയനാട്ടിൽ കൂടി മത്സരിച്ചതിനാലാണ് രാഹുലിന് പാർലമെന്റിൽ എത്താൻ സാധിച്ചത്. കോൺഗ്രസിന്റെ വിശിഷ്യ ഗാന്ധി കുടുംബത്തിന്റെ കുത്തകയായിരുന്ന അമേഠിയിലെ തോൽവി കോൺഗ്രസിനെ ഞെട്ടിച്ചിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ അമേഠിയിൽ കോൺഗ്രസിന് അനുകൂലമല്ല കാര്യങ്ങളെന്നാണ് വിലയിരുത്തൽ. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു കഴിഞ്ഞു. AICC ആസ്ഥാനത്ത് KC വേണുഗോപാലാണ് സ്ഥാനാർത്ഥികളുടെ പേര് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. കേരളത്തിലെ 16 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കും. വടകരയിൽ നിന്ന് K മുരളീധരൻ തൃശൂരിലേക്ക് ചേക്കേറും. പകരം ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കും. ആലപ്പുഴ മണ്ഡലത്തിൽ KC വേണുഗോപാൽ തിരിച്ചെത്തും. ഏറെ അഭ്യൂഹങ്ങൾക്കൊടുവിൽ കണ്ണൂരിൽ K സുധാകരൻ തന്നെ മത്സര രംഗത്ത് ഇറങ്ങുന്നുണ്ട്. മറ്റു സീറ്റുകളിലെല്ലാം തന്നെ സിറ്റിംഗ് MP മാർ തന്നെയാണ് മത്സരിക്കുക. മാവേലിക്കരയും പത്തനംതിട്ടയും സിറ്റിംഗ് MP മാർ മാറുമെന്ന വാർത്തകളൊക്കെ തള്ളിക്കൊണ്ട് ഇവിടെ യഥാക്രമം കൊടിക്കുന്നിൽ സുരേഷും ആന്റോ ആന്റണിയും മത്സരിക്കും. കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിൽ കാസർഗോഡ് മുതിർന്ന നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താനും കോഴിക്കോട് MK രാഘവനും വീണ്ടും ജനവിധി തേടും. കോൺഗ്രസിന്റെ ശേഷിക്കുന്ന മണ്ഡലങ്ങളായ പാലക്കാട് VK ശ്രീകണ്ഠനും തിരുവനന്തപുരത്ത് ശശി തരൂരും മത്സരിക്കും. ആറ്റിങ്ങൽ അടൂർ പ്രകാശ്, ആലത്തൂർ രമ്യ ഹരിദാസ് എന്നിവരും ഇക്കുറി പോരിനിറങ്ങും. അതേസമയം ഇക്കുറി ഏറ്റവും അധികം ഉറ്റുനോക്കിയ മണ്ഡലങ്ങളായ തൃശൂരും വയനാട്ടിലും അവസാന നിമിഷത്തെ സർപ്രൈസിലൂടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നത്. തുടക്കം മുതൽ രാഹുൽ ഇറങ്ങില്ലെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് രാഹുൽ വീണ്ടും ഇവിടെ ജനവിധി തേടുന്നത്. അവസാന നിമിഷം വരെ പരിഗണിക്കപ്പെട്ടിരുന്ന സിറ്റിംഗ് MP TN പ്രതാപൻ ഒടുവിൽ തഴയപ്പെട്ടതോടെ തൃശൂരും ശ്രദ്ധേയമായി. പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ചേക്കേറിയതോടെ കോൺഗ്രസ് സുരേഷ് ഗോപിയെ നേരിടാൻ K മുരളീധരനെ തന്നെ രംഗത്തിറക്കാൻ തീരുമാനിക്കുകയായിരുന്നു.